വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇപ്പൊ രാവിലെ ഏകദേശം 8 മണി ആയിട്ടുണ്ട്. അപ്പൊ ഇന്ന് രാവിലെ ചായ ഇടാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പൂരി ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് മഴയൊന്നുമില്ല. രാവിലെ കുറച്ച് കഴിയുമ്പോൾ വേഗമായിരിക്കും. കുറച്ച് നേരം ഇതുപോലെ വെയിലൊക്കെ വന്ന് നിൽക്കും. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെയും മഴ പെയ്യും. ഇന്നലെ ഇപ്പൊ രാവിലെ ഇല്ല മഴ, കുറച്ച് പ്ലസന്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഈ ചെടിയുടെ പേരാണ് 4 മണിച്ചെടി. ചെമ്പരത്തി, തട്ട് ചെമ്പരത്തി. ചെമ്പരത്തി പൂവേ ചൊല്ലു ദേവനെ കണ്ടോ. തെറ്റിപ്പൂ. രാവിലെ പൂരിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പം പൂരിക്കുള്ള ഗോതമ്പൊടി എടുത്ത് ഇതിലേക്ക് കുറച്ച് റവ ഇട്ട് കൊടുക്കാം. റവ ഇടുമ്പോൾ കുറച്ച് ക്രിസ്പി ആവും പൂരി. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഒഴിച്ചു. ഇത് ഉപ്പ് വെള്ളമാണ് കേട്ടോ. ഇത് അമ്മ ഇങ്ങനെ ബോട്ടിലിൽ ഉപ്പ് കലക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഉരുളക്കിഴങ്ങ് കറിക്കുള്ള പച്ചമുളകും സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. സവാള നല്ല കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കണം. ഞാൻ വെളുത്തുള്ളി ചേർക്കുന്നില്ല, അതിന് പകരം ഇഞ്ചിയാണ് ചേർക്കുന്നത്. കറി ഉണ്ടാക്കാനുള്ള ചീനച്ചട്ടി വെച്ചു. ഇതിലേക്ക് ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കാൻ പോണേ. എണ്ണ നന്നായിട്ട് ചൂടാകുന്ന സമയം ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 2 വറ്റൽമുളക്, പിന്നെ കറിവേപ്പില. അവിടെ നമ്മൾ ഉണങ്ങിയ കറിവേപ്പിലയല്ലേ മേടിച്ച് വെച്ചിരുന്നത്. ഇവിടെ ഫ്രഷ് കറിവേപ്പില കാണുമ്പോൾ കുറച്ച് നേരം ഇടാൻ തോന്നും. അത് എണ്ണയിൽ കിടന്ന് പൊട്ടുമ്പോൾ നല്ല മണം. ഇതിലേക്ക് നമ്മൾ സവാള ഇട്ട് കൊടുക്കും. കൂട്ടത്തിൽ തന്നെ ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കും. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉരുളക്കിഴങ്ങ് തൊലി പിടിച്ചിട്ട് വരാം. ഈ എണ്ണയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ആ എണ്ണയിൽ കിടന്ന് ഒന്ന് നോക്കും. ഇനി അങ്ങ് മിക്സ് ചെയ്യാറുള്ളൂ. കൂട്ടത്തിൽ നമുക്ക് ആ പച്ചമുളകിനെ കൂടെ കിട്ടും. ഉള്ളി ഏകദേശം നന്നായിട്ടൊന്ന് വഴണ്ട് വന്നു. ഇനി ഈ സമയം നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒഴിച്ചു കൊടുക്കും. വെള്ളം ഒഴിച്ചു. ഇത് ഞാൻ മസാലപ്പൊടി ഒന്നും ചേർക്കുന്നില്ല, ഇത്രയും മാത്രമേ ഇടുന്നുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി ഗരം മസാല ഇടാം. പിന്നെ ഗരം മസാല ഒന്നും ഇടുന്നില്ല. നമ്മൾ സാധാരണ വെക്കുന്ന സിമ്പിളായിട്ടുള്ള ഉരുളക്കിഴങ്ങ് കറി. ഇനി നമുക്ക് പൂരി ഉണ്ടാക്കാം. ഇവിടെ വർഷക്കുട്ടി കൂടെ വന്ന് ഇവിടെ ഉപ്പേരി എടുത്തിട്ടില്ല. എന്തോ പേര്, കളിയോടൊക്കെയാണ് വരുന്നത്. കളിയോടൊക്കെ കാണിച്ചുകൂടെ അവർക്ക്. ഇതാണ് കളിയുടയ്ക്കാന്ന് പറയുന്ന സാധനം. ആണോ? നല്ല ഗുണ്ടുമണിയായിട്ട് വരുന്നുണ്ട് പുളി.
ഞാൻ കഷായം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കഷായം, ഷഡ്ക കഷായ ചൂർണം എന്ന് പറയുന്ന പേര്. കാണാമായിരിക്കും. ഇത് ആരോഗ്യവകുപ്പിൽ നിന്ന് അവർ ഫ്രീ ആയിട്ട് തരുന്നതാണ്. ഇതിന് നമ്മൾ 2 സ്പൂൺ എടുക്കണം. 2 സ്പൂണിൽ 4 ഗ്ലാസ് വെള്ളത്തിൽ ഇത് തിളപ്പിച്ച് 2 ഗ്ലാസ് വെള്ളമാക്കി നമ്മൾ കുടിക്കണം. രാവിലെ വൈകിട്ട് കുടിക്കണം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതാണ്, ഇത് ഇന്ദുകാന്ത കഷായ ചൂർണം എന്ന് പറയുന്നത്. ഇത് നമ്മൾ സാധാരണ വെള്ളം കുടിക്കുന്നത് ചുമ്മാ ദാഹിക്കുമ്പോഴൊക്കെ വെള്ളം കുടിക്കുന്നതിന് പകരം ഈ പൊടിയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എത്ര വേണമെങ്കിലും കുടിക്കാം. പിന്നെ തന്നിരിക്കുന്നത് ഗുളികയാണ്, വില്ലാതി ഗുളിക എന്ന് പറഞ്ഞാൽ. ഇത് അവർക്കും കൊടുത്തിട്ടുണ്ട്, കുട്ടികൾക്കും. രാവിലെയും വൈകിട്ടും അവർ കഴിക്കാം, നമ്മൾ രാവിലെയും വൈകിട്ടും കഴിക്കാം. പിന്നെ അവർക്ക് ചവനപ്രാശം കൊടുത്തിട്ടുണ്ട്. ഇത്ര തന്നെ അവർക്ക് കൊടുത്തിരിക്കുന്നു. അവർക്ക് കഷായമില്ല, നമുക്ക് എനിക്ക് ഏട്ടന് മാത്രമുള്ള കഷായം. ഇന്നലെ ഞാൻ നോക്കിയപ്പോ മേളി വരെ ഉണ്ടായിരുന്നു. ഇന്നലെ നോക്കിയപ്പോ ഇവിടെ വരെ നല്ല ക്ലിയർ ആയിട്ടിരിക്കുന്നു. അകത്ത് പാറയാണ് കേട്ടോ. ഇതാണ് ചേന. ഇതിന്റെ തണ്ടെടുത്ത് തോരൻ വെക്കും. താഴെയാണ് ചേന ഉള്ളത്. കാന്താരി നിറച്ച് വെക്കണം. കാന്താരിയൊക്കെ ഉപ്പിലിട്ട് വെക്കാറ് നേരത്തെ, ഉണ്ടോന്നറിയത്തില്ല. ഇത് കണ്ട, ഇത് ചെറിയ ഉണ്ടമുളകാണ്, ചെറിയ സൈസ്. തീരെ ചെറുതില്ലേ. മിറ്റത്ത് ഒരു മഞ്ഞൾ നിൽപ്പുണ്ട്. കഴിഞ്ഞ ദിവസം ബിബാൻകുട്ടി വന്ന് ഇല പറിച്ചതാ, ഓടോടും പിഴുതെടുത്തു. നിറച്ചുള്ളൂ. ഇനി ഇത് നട്ട് വെക്കണ്ട, ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കാം. അവന് ഭയങ്കര വിഷമമായി. മഞ്ഞൾ ഏട്ടൻ വഴക്കായിരുന്നു. ഏട്ടൻ പറഞ്ഞു അപ്പം വരുമ്പോൾ പറഞ്ഞേക്കണം, മഞ്ഞളിൻ്റെ കാര്യം എനിക്കറിയത്തില്ല. അവൻ പേടിച്ചു പോയി. മഞ്ഞൾ പറിച്ചൊരു വഴക്ക് പറയുമ്പോൾ ഇത് തെറ്റിച്ചെടി. ഒരേ ഒരു പൂതേ ഉള്ളു കൊത്ത്. ഇത് മാവ്. ഈ മാവ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു 10-12 കൊല്ലമായി ഈ മാവ് വെച്ചിട്ട്. പക്ഷെ ഇതുവരെ ഇതിൽ മാങ്ങ ഉണ്ടായിട്ടില്ല. ഇത് ഇവിടെ വീട്ടിൽ കൊണ്ടുവന്നതാണ് ഒരാൾ ഈ മാവ് തൈ കൊണ്ടുവന്നതാണ്. പക്ഷെ അവർ പറഞ്ഞതെന്നറിയാമോ, 1 വർഷത്തിൽ കായ്ക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ പിറ്റേ വർഷമായപ്പോൾ ഇത് പൂത്തു, പക്ഷെ കായ്ച്ചിട്ടില്ല ഇതുവരെ. പിന്നെ കുറേ വളർന്നു. പിന്നെ അച്ഛനോട് മുറിച്ചു വിട്ടു. അവരാരാ പറഞ്ഞു മുറിച്ചു വിട്ടാൽ പിന്നെ വളരുമെന്ന്. അറിയത്തില്ല, ഇതുവരെ വളരും എന്നുള്ള പ്രതീക്ഷയിലിരിക്കുന്നു. എപ്പോഴും ഇതാണ് ജമന്തിപ്പൂ. ഇവിടെ ഒരു ചെടി നിൽപ്പുണ്ട് കേട്ടോ. ഇതുണ്ടാ, ഒരു ഓലയുടെയൊക്കെ ഷേപ്പിൽ നിൽക്കുന്നു. ഇതിൻ്റെ ഒരു പൂവിനൊരു പ്രത്യേകതയുണ്ട്, കാണിച്ചു തരാം. അകത്തോട്ട് നോക്കണേ, ഒരു പ്രാവിരിക്കുന്ന പോലെ ഇരിക്കുന്നു. എന്താ നല്ല ഭംഗിയുണ്ട് കാണാൻ. പണ്ട് നമ്മളിതൊക്കെ വെച്ചായിരുന്നു കളിക്കുന്നത്. നമുക്ക് അങ്ങനെ വലിയ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഓളപ്ലാവിലെ